ഡൽഹിയിലെ ജന്തർ മന്തർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഹീനമായ പരാമർശങ്ങൾ അവിടുത്തെ സമരക്കാർക്ക് നേരെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെതിരെ നടത്തിയ RSS സൈദ്ധാന്തികൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ഹിന്ദുത്വ നേതാവ് TG മോഹൻദാസിനെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും കോടതി കർശനമായ ഉപാധികളോടെ മോഹൻദാസിന് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. മേലാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് TG മോഹൻദാസിനെ ജാമ്യത്തിൽ കോടതി വിട്ടയക്കുന്നത്. TG മോഹൻദാസിൻ്റെ അറസ്റ്റ് എവിടെ, പോലീസിൻ്റെ കർശനമായ നടപടി എവിടെയെന്ന് കഴിഞ്ഞ ഒരാഴ്ചയോളമായി കേരളത്തിലെ സർക്കാരിനോട് ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ TG മോഹൻദാസിനെ വീട്ടിലെത്തി പോലീസ് കൊണ്ടുപോകുന്നു, തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ സർക്കാരിൽ നിന്ന് വിഭിന്നമായി വിദ്വേഷ കുറ്റവാളികളോട് കാലവിളംബമില്ലാത്ത കർശന സമീപനമുള്ള സർക്കാരാണിതെന്ന് UDFിൻ്റെ അണികളും പ്രവർത്തകരും സർക്കാരിൻ്റെ ഭാഗമായവരെല്ലാം പറയുകയും ചെയ്യുന്നു. അപ്പോൾ സത്യത്തിൽ കേരളം അനുഭവിക്കുന്ന ഈ വിദ്വേഷ കുറ്റകൃത്യം എന്ന് പറയുന്ന പ്രശ്നത്തോട് കുറച്ചുകൂടി വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സർക്കാരിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ജനങ്ങളുടെ പൊതുവികാരത്തോട് വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റിഫായ സമീപനമില്ലാത്ത ഒരു സർക്കാരിനെയാണോ കാണുന്നത്? ഇതൊരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു നടപടിയായിട്ട് എടുക്കാൻ കഴിയുന്ന ഒന്നാണോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, എന്താണ് തോന്നുന്നത്? TG മോഹൻദാസ് എത്രയോ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബ് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിൻ്റെ ഒരു പരമാവധിയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. സർക്കാർ എടുത്ത ഒരു സ്റ്റെപ്പിനെ, ഒരു പുതിയ സർക്കാർ എടുക്കുന്ന ഒരു നടപടിയെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ കാരണം, ഇപ്പോൾ ഓൺലൈനിൽ നടക്കുന്ന ഒരു ഡിബേറ്റുണ്ട്. ഒരു RSSകാരനകത്തിടാൻ ധൈര്യമുള്ളൊരു സർക്കാരാണ് ഞങ്ങളെന്ന് UDF അണികളും. അങ്ങനെയല്ല, LDFിൻ്റെ കാലത്തും RSSകാരെയും BJPക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുരേന്ദ്രനൊക്കെ എത്രയോ ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് LDFിൻ്റെ അണികളും തമ്മിലൊരു തർക്കം ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. പ്രശ്നം RSSകാരെ അറസ്റ്റ് ചെയ്തോ BJP അറസ്റ്റ് ചെയ്തോ എന്നുള്ളതല്ല, അറസ്റ്റ് വിദ്വേഷത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ TG മോഹൻദാസിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം ഉണ്ടായിട്ടല്ലല്ലോ ചെന്നിത്തലയുടെ പോലീസ് അദ്ദേഹത്തെ പൊക്കുന്നത് ഒരു വിദ്വേഷ പരാമർശം നടത്തി. ആ വിദ്വേഷ പരാമർശത്തിനെതിരെ പരാതി കിട്ടിയപ്പോൾ കേസെടുത്തു. മുമ്പ് നമ്മുടെ 10 കൊല്ലത്തെ അനുഭവം എന്താണ്? പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ നിരന്തരം വാളുകൾ പ്രദർശിപ്പിക്കുന്നു, വിദ്വേഷ പോസ്റ്റുകൾ ഇടുന്നു. അതിനെതിരെ നടപടി എടുക്കുന്നില്ലേ പോലീസ്? ആ സമയത്ത് കേരള പോലീസ് ഫേസ്ബുക്കിലും എല്ലായിടത്തും ഭയങ്കര സജീവമായിരുന്നു. റീലുകൾ ഇടുന്നു, അവർ പ്രോത്സാഹിപ്പിക്കുന്നു. ആ സമയത്ത് പോലീസിനോട് ആരെങ്കിലും പോയി ഇതിനെതിരെ കേസെടുക്കുന്നില്ലേ മാമ എന്ന് ചോദിക്കുമ്പോൾ നോട്ട് ഇൻ കേരള എന്നാണ് മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. കേരളത്തിലല്ല ആയുധം പ്രദർശിപ്പിക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ. ഒരു ആകാശവാണി ജീവനക്കാരി വെള്ളത്തിൽ വിഷം കലക്കി ഇവരെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണമെന്നോ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടു. അതിനെതിരെ എത്രയോ പേര് പരാതി കൊടുത്തു, ഒന്നും ചെയ്തില്ല. മുസ്ലിം സ്ത്രീകളെ റേപ്പ് ചെയ്യണം എന്നുള്ള ഇതുപോലൊരു വയോധികൻ്റെ പരാമർശം ഉണ്ടായിരുന്നു. സാധാരണക്കാരുടെ പോട്ടെ, സാധാരണക്കാരുടെ ഫേസ്ബുക്ക് കമൻറ്റുകൾ പോട്ടെ, നേതാക്കൾ, പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ എത്രയോ വിദ്വേഷ പ്രചാരണം നടത്തി, ഒരു കേസ് കൊടുക്കില്ല എന്ന് മാത്രമല്ല, മൈൻഡ് ചെയ്യില്ലായിരുന്നു. അതിനെതിരെ പരാതി കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള വേറെ കാര്യം. ഇന്നിവിടെ പരാതി കൊടുക്കാൻ കോൺഗ്രസ്സുകാർ തന്നെയുണ്ട്. ഇപ്പോൾ ഇതിലും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് പരാതി കൊടുത്തത് TG മോഹൻദാസിൻ്റെ കാര്യത്തിൽ. ഒപ്പം തന്നെ AIVFിൻ്റെ ജിസ്മോനുണ്ട്. യെസ്. അപ്പോൾ പരാതി കൊടുക്കുന്നു, അതിൽ കേസെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ കോടതി ജാമ്യം കൊടുക്കുന്നു. ഇതൊരു നല്ല സൂചനയാണ്. കാരണം വിദ്വേഷം തടയാൻ ഏറ്റവും നല്ല വഴി അതിനെതിരെ ലീഗലായിട്ടുള്ള നടപടി സർക്കാരുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരു 10-15 കേസ് വരുമ്പോൾ തന്നെ വിദ്വേഷ പ്രചാരണം കുറയും. ഇപ്പോൾ തന്നെ ഈ സർക്കാർ വന്നതിന് ശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കുക, സംഘപരിവാറുമായി ബന്ധപ്പെട്ടുള്ള വിദ്വേഷ കമൻറ്റുകൾ തുലവും കുറഞ്ഞിട്ടുണ്ട്. TG മോഹൻദാസിൻ്റെ കേസ് വന്നുകൊണ്ട് കുറഞ്ഞതെന്നല്ല, പൊതുവേ കുറയുന്നുണ്ട്. കാരണം കേസെടുക്കുമെന്നൊരു തോന്നൽ ഉണ്ട്, കേസെടുക്കുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം, കേസെടുത്തു കഴിഞ്ഞാൽ ഹെയ്റ്റ് ക്രൈംസ് കുറയുന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണം കോൺഗ്രസ് സർക്കാരിനുള്ള കർണാടകയാണ്. കർണാടകയിൽ നമുക്കറിയാം, കഴിഞ്ഞ BJP ഭരണകാലത്ത് എന്തൊക്കെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. എത്ര വിഷലിപ്തമായ പ്രചാരണങ്ങളാണ് നടന്നത്. അതാ മറ്റേ ഹിജാബ് ബാനുമായി ബന്ധപ്പെട്ട് തന്നെ ഹെയ്റ്റ് ക്രൈംസിൻ്റെ ഒരു കേന്ദ്രമായി കർണാടക മാറിയിരുന്നു. അവിടെ ഒരു സർക്കാർ മാറി വന്നു. ഇപ്പോൾ നമ്മളങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരവിടെ നിയമം പാസ്സാക്കുക കൂടി ചെയ്തു. ഹെയ്റ്റ് ക്രൈമിനെതിരെ കുറേ കൂടി ശക്തമായ നിയമങ്ങൾ വെച്ചിട്ട് സർക്കാർ നടപടി സ്വീകരിക്കുമ്പോൾ തന്നെ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് അനുഭവം. കേരളത്തിൽ അത് തന്നെയാണ് അനുഭവം. കേരളത്തിലും കേസെടുക്കുമ്പോൾ ഈ ആളുകൾ പിന്നീട് പൊക്കുന്നില്ല, ഉയർത്തുന്നില്ല. നമ്മളിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേര് കേൾക്കുന്നേ ഇല്ലല്ലോ കഴിഞ്ഞൊരു 2 മാസമായിട്ട്. ഇല്ല. അപ്പോൾ സർക്കാർ നടപടി സ്വീകരിക്കാതെ അതിന് പിന്തുണ കൊടുക്കുമ്പോഴാണ് ഇത്തരം ഹെയ്റ്റ് ക്രൈംസ് കൂടുന്നത്. അത് നടപടി സ്വീകരിക്കുമ്പോൾ അത് കുറയുന്നു എന്നുള്ളതാണ് അനുഭവം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് UDFിനെ കൊണ്ട് സാധിക്കുമോ? കോൺഗ്രസ്സുകാർ അത്രയും സ്ട്രോങ് ആയിട്ട് നടപടി സ്വീകരിക്കുമെന്നുള്ള അനുഭവങ്ങളുണ്ട്. കോൺഗ്രസ് സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംഘപരിവാറിനെതിരായിട്ടുള്ള സർക്കാർ നടപടികൾ അതിൽ കോൺഗ്രസ്സിന് എവിടെയൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടോ പിൽക്കാലത്ത് ആ സർക്കാരുകൾക്ക്
ഗുരുതരമായ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സവർക്കർ ഗാന്ധി കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ വിട്ടയക്കപ്പെട്ട ഒരാളാണ് കോടതിയിൽ നിന്ന്. ആ വിട്ടയക്കപ്പെടാനുള്ള കാരണം എന്താണ്? പോലീസ് വേണ്ടത്ര തെളിവുകൾ, സാക്ഷിമൊഴികൾ കോടതിയിൽ ഹാജരാക്കിയില്ല എന്ന് വെറുതെ ആരോപിക്കുന്നതല്ല. പിന്നീട് ഇന്ദിരാഗാന്ധി സർക്കാർ തന്നെ 1965 ഒരു കമ്മീഷൻ വെച്ചു, കപൂർ കമ്മീഷൻ 1967 സവർക്കർ മരിച്ച ഒരു വർഷത്തിന് ശേഷം കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ഈ കമ്മീഷൻ കണ്ടെത്തിയത് എന്താണെന്നറിയോ? ബോംബെ പോലീസ് ലഭ്യമായ സാക്ഷിമൊഴികൾ കോടതിയിൽ ഹാജരാക്കാത്തതുകൊണ്ടാണ് സവർക്കർ വിട്ടയക്കപ്പെട്ടതെന്നാണ്. ലഭ്യമായ സാക്ഷിമൊഴികൾ, ആ സാക്ഷിമൊഴികളുള്ള ആളുകളെ കപൂർ കമ്മീഷൻ നേരിട്ട് കണ്ട് മൊഴിയെടുക്കുകയും അവർ അതേ മൊഴി ആവർത്തിക്കുകയും ചെയ്തു. അത് ഈ ഗാന്ധിവധത്തിന് ഇത്ര മണിക്കൂറുകൾക്ക് മുമ്പ് സവർക്കറുടെ വീട്ടിൽ ഗോഡ്സെയും മറ്റുള്ളവരൊക്കെ കൂടി ഗൂഢാലോചന നടത്തിയെന്നും അവർക്ക് വേണ്ടിയുള്ള പണവും ബാക്കിയെല്ലാം ലോജിസ്റ്റിക്സും ഒരുക്കി കൊടുത്ത് സവർക്കർ തന്നെയാണെന്നും സവർക്കറുടെ സെക്രട്ടറിയും വേലക്കാരനും കപൂർ കമ്മീഷൻ മൊഴി നൽകി. ഈ മൊഴി പോലീസിൻ്റെ പക്കലുണ്ടായിട്ടും പോലീസ് എന്ത് ചെയ്തില്ല? പ്രൊഡ്യൂസ് ചെയ്തില്ല. സവർക്കർ വിട്ടയച്ചു. ഈ ഒറ്റ കാര്യം ആലോചിക്കുക. ഇതേ സവർക്കറെ 1980 അദ്ദേഹത്തിൻ്റെ ഈ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സന്ദേശത്തിൽ, സവർക്കർ മഹാനായിരുന്നു, നല്ല ഫ്രീഡം ഫൈറ്ററായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഗാന്ധി വധത്തിന് കാരണക്കാരനായ, അതിന് ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ തെളിവ് പോലീസ് ഹാജരാക്കുന്നതുകൊണ്ട് മാത്രം വിട്ടയക്കപ്പെട്ട സവർക്കറോട് ഒരു ചെറിയ അനുഭാവ സമീപനം, ചിലപ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചായിരിക്കും, അല്ലെങ്കിൽ 80കളിലെ ഇന്ദിരാഗാന്ധിയുടെ ഒരു ഹിന്ദുത്വ പ്രീണന രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അതിന് പിന്നീട് അവർക്ക് തന്നെ തിരിച്ചു കിട്ടി, അതുമായി ബന്ധപ്പെട്ടുമായിരിക്കും ഇങ്ങനൊരു വിട്ടുവീഴ്ച നടത്തി. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? 2000 ആണ്ട് ബി ജെ പിയുടെ വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാർലമെൻ്ററി സെൻട്രൽ ഹാളിൽ സവർക്കറുടെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് ഇതേ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ സവർക്കറെ നിന്ദിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാജ്യം മുഴുവൻ കേസ്. എന്നിട്ട് ഇതേ രാഹുൽ ഗാന്ധിക്ക് ഡിഫെൻഡ് ചെയ്യുവാണ്, സ്വന്തം ഗ്രാൻഡ് മദറിനെ ഡിഫെൻഡ് ചെയ്യുവാണ്. എന്നോട് എൻ്റെ മുത്തശ്ശി പറഞ്ഞത് സവർക്കറെ പറ്റി ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരിക്കലും സവർക്കർ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റത് അവിടെ കിടക്കുന്നത് ജന്മശതാബ്ദിക്ക് അയച്ച സ്റ്റാമ്പും ജന്മശതാബ്ദിക്ക് അയച്ചു കൊടുത്ത മെസ്സേജ് അവിടെ കിടക്കുകയാണ്. ഇത് ഒരു ഉദാഹരണം. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് മാലേഗാവ്, ഹൈദരാബാദ്, മക്ക മസ്ജിദ് സ്ഫോടനങ്ങൾ, ഈ സ്ഫോടനങ്ങളിൽ സ്വാമി അസീമാനന്ദയുടെ മൊഴി കിട്ടുന്നു. മൊഴി വെറും മൊഴിയല്ല, അപ്പോൾ അന്വേഷണ സംഘത്തിന് മൊഴിയല്ല, മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന 124 സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ലഭിച്ചതിൽ RSSൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ഇന്ദ്രേഷ് കുമാർ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. ഈ സ്ഫോടനങ്ങൾക്ക് മുഴുവനായ സഹായം കൊടുത്തതും ഇന്ദ്രേഷ് കുമാറാണ്. ഞങ്ങളോട് സന്യാസിമാരുടെ വേഷത്തിലും മറ്റും പോകാൻ പറഞ്ഞത് അദ്ദേഹമാണ്, ആരും സംശയിക്കില്ല എന്ന് പറഞ്ഞത് അദ്ദേഹമാണെന്ന് തുടങ്ങി നിരവധി വിശാലമായ സാക്ഷിമൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ കിട്ടുന്നു. അതിന് പിന്നിൽ CBI അന്വേഷണം ആരംഭിക്കുന്നു. 2009 യു പി എ സർക്കാർ ആണ് NIA രൂപീകരിക്കുന്നത്. ഈ NIA രൂപീകരിക്കുമ്പോൾ അന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ആളാണ് RK സിംഗ്. ഈ RK സിംഗിൻ്റെ കീഴിൽ NIA ഈ കേസ് അട്ടിമറിക്കുന്നു. 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ ബീഹാറിൽ നിന്നുള്ള ലോക്സഭാംഗമായിട്ടാണ് പിന്നെ നമ്മൾ RK സിംഗിനെ കാണുന്നത്. അപ്പോൾ സ്വന്തം ഉദ്യോഗസ്ഥരുടെ ഇടയിൽ, സ്വന്തം പേഴ്സണൽ സ്റ്റാഫുകൾക്കിടയിൽ, സ്വന്തം സർക്കാരിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ സംഘപരിവാർ ഉണ്ട് എന്ന ബോധത്തോടെ വേണം രമേശ് ചെന്നിത്തലയും VD സതീശനും UDFും കോൺഗ്രസും ഒക്കെ പ്രവർത്തിക്കാൻ. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എടുക്കുന്ന നടപടികളിൽ ചിലപ്പോൾ തിരിച്ചടി നേരിടും. ഇന്ന് ചെയ്യുന്നൊരു കാര്യം ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് സ്വന്തം പാർട്ടിക്ക് തന്നെ കോടാലിയായിട്ട് വരും എന്നൊരു ജാഗ്രത UDFനും കോൺഗ്രസിനും ഉണ്ടായാൽ മതി. ഓർക്കേണ്ട മറ്റൊരു കാര്യം, കൂടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയുണ്ട്. എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടെങ്കിൽ സംഘപരിവാർ അത് ഉപയോഗിക്കുക ലീഗിനെതിരെ ആയിരിക്കും. അവർ കൂടുതൽ അത് കത്തിക്കാനുള്ള സാധ്യത UDF ഭരണത്തിലുണ്ടെന്നോ ഓർക്കുകയും കൂടിയാണ്. ഓക്കെ സാഹിബ്, ഇതിനകത്ത് ഇപ്പം സർക്കാർ കുറച്ചുകൂടി വേഗത്തിൽ പബ്ലിക്കിൻ്റെ ഒരു ഫീലിനെ മനസ്സിലാക്കുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇതുപോലെ അജിത് കുമാറിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നു, വെള്ളാപ്പള്ളിയുടെ കേസിൽ എന്ത് ചെയ്യുന്നു ഒക്കെ ഉറക്കെ ചോദിച്ചുവെങ്കിലും അതിൻ്റെ ഭരണനായകൻ അഡമൻ്റായ ഒരു പൊസിഷൻ എടുക്കുന്നു, പാർട്ടി ഒന്നാകെ അതിൻ്റെ കൂടെ നിന്ന് ഡിഫൻസ് ഒരുക്കുന്നു. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് എന്തുകൊണ്ട് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തില്ലാന്ന് ചോദ്യം ചോദിക്കുന്നു, 1 വീക്കിനകത്ത് തന്നെ അതിൻ്റെ നടപടിയിലേക്ക് പോകുന്നു. സോ കുറച്ചുകൂടി ചെവി തുറന്ന് വെച്ച് കേൾക്കുന്നു സൊസൈറ്റി എന്ന് തോന്നുന്നുണ്ടോ സർക്കാർ? അല്ല, അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലവട്ടം പറയുന്നുണ്ട്, കേരളത്തിൽ ഈ വിദ്വേഷം എന്നുള്ളത് ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളർന്ന് വികസിച്ചൊരു കാലമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വളർച്ച നേടിയ, വികാസം നേടിയ ഇൻഡസ്ട്രി ഏതാണെന്ന് വെച്ചാൽ ഹെയ്റ്റ് ഇൻഡസ്ട്രിയാണ്. അത് സംശയരഹിതമായിട്ടുള്ള കാര്യമാണ്. പിണറായി വിജയൻ്റെ മൗനാനുവാദത്തിലാണ്, അല്ലെങ്കിൽ നിസ്സംഗ സമീപനത്തിലാണ് അത് വളർന്ന് വികസിച്ചത് എന്ന് മാത്രമല്ല, ആ ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരു വെണ്ടർ കൂടെ വന്നു എന്നുള്ളതാണ്. ഈ ക്രിസംഗി എന്ന് പറയുന്ന, കാസ എന്ന് പറയുന്ന, നേരത്തെ
നേരത്തെ ഷോറൂം ഇട്ട് നടത്തിയിരുന്ന ആളുകൾക്ക് പുറമെ പുതിയൊരു ഷോറൂം കൂടെ തുറക്കപ്പെട്ടു. അതിനോട് അനുഭാവപൂർണ്ണമായുള്ള സമീപനം സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഈ ക്രിസംഗി ടീമിൻ്റെ ഹെയ്റ്റ് പ്രധാനമായും ഗവൺമെൻറ്റിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ടാണ്. ഗവൺമെൻറ് മുസ്ലിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് അത് ക്ലാരിഫൈ ചെയ്യേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അത് സമ്പൂർണ്ണമായിട്ടുള്ള മൗനം, ഒരർത്ഥത്തിൽ ആശീർവാദം കൊടുത്തു. ആ നിലക്ക് പിണറായി വിജയൻ്റെ 10 വർഷക്കാലം, അത് തന്നെ സ്പെസിഫിക്കലി ലേറ്റർ 5 years എന്ന് പറയുന്നത് ഹെയ്റ്റ് ഇൻഡസ്ട്രിയുടെ പുഷ്കല കാലമായിരുന്നു. പിണറായി വിജയനെ താഴെ ഇറക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് തന്നെയാണ്. എങ്ങനെയാണ് താഴെ ഇറക്കുന്നതിൽ നമ്മൾ പലവട്ടം സംസാരിച്ചാണ്. ഒന്നാമത് ഇതിനോട് വിയോജിപ്പുള്ള മനുഷ്യർ, മതേതര ബോധമുള്ള മനുഷ്യർ, സമൂഹത്തിൻ്റെ സമാധാനത്തിൽ വിശ്വാസമുള്ള മനുഷ്യർ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമെതിരെ വോട്ട് ചെയ്തു. ഈ ഹെയ്റ്റിനെ ഇഷ്ടപ്പെടുകയും അത് കൺസ്യൂം ചെയ്യുകയും ചെയ്ത മനുഷ്യർ പിണറായി വിജയൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത മാനസികാവസ്ഥയിലെത്തി. അവർക്ക് വോട്ട് ചെയ്യാൻ വേറെ ഒരു ടീം അപ്പുറത്തുണ്ടായിരുന്നു, അവർക്ക് വോട്ട് ചെയ്തു. രണ്ടർത്ഥത്തിലും LDFന് വോട്ട് നഷ്ടം സംഭവിച്ചു. ഇതാണ് സംഭവിച്ചത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇതാണ്. ഇത് ഒരു ഈ പരാജയത്തിൻ്റെ ടേക്ക് ഹോം എന്താണെന്ന് വെച്ചാൽ ഇതാണ് എന്ന് CPM മനസ്സിലാക്കണമായിരുന്നു. അത് ഇതുവരെയും ആ അർത്ഥത്തിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതുകൂടെയാണ് എന്ന തിരിച്ചറിവ് UDFനുണ്ട് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് അല്ലാതെ ഒരു സാധാരണഗതിയിൽ ഈ നിലക്കുള്ള ഒരു ആക്ഷൻ സാമാന്യമായിട്ട് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ സ്വീകരിക്കാറില്ല. പക്ഷേ അപവാദങ്ങൾ ഇപ്പോൾ കർണാടകത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. വെച്ചാൽ റെട്രിക്സ് മാത്രമല്ല, പ്രിയങ്ക ഖാർഗെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നത് മാത്രമല്ല, അവരതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് തന്നെ അതിനുണ്ടാക്കിയിട്ടുണ്ട്. ഹെയ്റ്റ് ക്രൈം തടയാൻ വേണ്ടിയുള്ള ശക്തമായിട്ട് നിയമങ്ങൾ കൊണ്ടുവരുന്നു, കർശനമായ നടപടി സ്വീകരിക്കുന്നു, അത് റിസൾട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ സമാനമായി ഇപ്പോൾ TG മോഹൻദാസിനെതിരെ പരാതി വന്നപ്പോൾ കേസെടുത്ത് പോലീസ് ആക്ഷനിലേക്ക് പോകാൻ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ പറയുന്ന കാരണം ഇത് മെറ്റയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എടുക്കേണ്ടതുണ്ടായിരുന്നു, അത്തരം ടെക്നിക്കാലിറ്റീസാണ് പറയുന്നത്, നമുക്കറിയില്ല. എനിവേ പരാതി കിട്ടിയതിന് ശേഷം ഉടനെ തന്നെ കേസെടുത്തിട്ടുണ്ട്. പരാതി കിട്ടിയില്ലെങ്കിലും കേസെടുക്കാവുന്ന കാര്യമാണെന്നുള്ള വേറെ വിഷയം. ഇപ്പോൾ അവർ ആക്ഷനിലേക്കും കടന്നു, അറസ്റ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടുക എന്നുള്ളത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. ഇത്തരം കേസുകൾ 7 വർഷത്തിൽ താഴെ പരമാവധി ശിക്ഷ 7 വർഷത്തിൽ താഴെ തടവ് ലഭിക്കുന്ന കുറ്റങ്ങളാണ്. പിന്നെ അദ്ദേഹം കൊടുത്ത ജാമ്യാപേക്ഷയിൽ ഞാൻ വായിച്ചു നോക്കുകയായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. 71 വയസ്സായി, ഏർലി പാർക്കിൻസൺസ് തുടങ്ങിയിട്ടുണ്ട്, സോറിയാസിസ് അനുഭവിക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ജാമ്യം തരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജാമ്യം എന്നുള്ളതൊരു സ്വാഭാവിക നടപടിക്രമമായിട്ടാണ് അങ്ങനെ കണ്ടാൽ മതി. പക്ഷേ ഗവൺമെൻറ് അത് ഇച്ഛാശക്തിയോടുകൂടി ഒരു നിലപാടെടുത്തു, കേസെടുത്തു, അറസ്റ്റ് ചെയ്തു. ജാമ്യ അപേക്ഷ വന്നപ്പോൾ പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർത്തു. ആ നിലയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഹെയ്റ്റ് ക്രൈമിനെതിരെ സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവർ ചെയ്തിട്ടുണ്ട്. ആ നിലക്കത് സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്. UDF ഗവൺമെൻറ്റിന് ലഭിച്ച മാൻഡേറ്റ് എന്താണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രവർത്തനമാണ്. സോ ഫാർ സോ ഗുഡ്. അപ്പോൾ ഇതിനകത്ത് BJPയുടെ ഒരു പ്രതികരണം കൂടെ നമ്മൾ നോക്കണം. ഇദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ് ഈ പ്രസ്താവന നടത്തുന്നത്. നമ്മളാണത് ഒരു വാർത്തയായിട്ട് ചെയ്യുന്നത്. പിന്നെ അത് കേരളത്തിൽ വലിയ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ആ സമയത്ത് RSSൻ്റെ ഒരു റെസ്പോൺസ് അതിനോട് വന്നു. നമ്മളത് RSS ഔദ്യോഗികമായിട്ട് അതിനോട് പ്രതികരിച്ചു. ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല, ഈ പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പില്ല, ഇങ്ങേര് ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു പ്രസ്താവന. ഇങ്ങേര് ഞങ്ങളുടെ ആളല്ല എന്നുള്ള പ്രസ്താവനക്ക് വലിയ പ്രശ്നമുണ്ട്. പ്രിയങ്ക ഖാർഗെ സമാനമായ ഒരു കോണ്ടക്സ്റ്റിൽ പ്രിയങ്ക ഖാർഗെ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ആളല്ല എന്ന് പറയും. ഒരു മെമ്പർഷിപ്പൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇത് ആരാണ് ആളല്ല എന്ന് അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇദ്ദേഹം RSSൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഇൻ്റലക്ച്വൽ വിങ്ങാണ് ഭാരതീയ വിചാര കേന്ദ്രം. നമ്മളെ മരിച്ചു പോയിട്ടുള്ള P പരമേശ്വരൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു ദീർഘകാലം, വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ജന്മഭൂമിയുടെ ജനറൽ മാനേജറോ സംതിങ് ഒരു മാനേജറിയൽ പോസ്റ്റിലുണ്ടായിരുന്നു. BJPയുടെ ഔദ്യോഗിക ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിരുന്നു. BJPയുടെ സ്റ്റേറ്റ് ഇൻ്റലക്ച്വൽ സെല്ല് അതിൻ്റെ സംസ്ഥാന കൺവീനറായിരുന്നു. ആ നിലക്ക് ഇവരുടെ RSSൻ്റേതാണെങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടേതാണെങ്കിലും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ആളല്ല എന്ന് പറയുന്നത് അത്ര ആത്മാർത്ഥമല്ല. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ ആളല്ല എന്ന് നേരത്തെ പ്രസ്താവന ഇറക്കി. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വീട്ടിന് ചുറ്റും അഭിവാദ്യം വിളിക്കാൻ സംഘപ്രവർത്തകർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വേറൊരു രസമുണ്ട്. ഒരു സംഘപരിവാർ ഇൻ്റലക്ച്വൽ ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയത് RSSലെ ജിഹാദി സ്വാധീനമാണ്
ടി.ജി. മോഹൻദാസിനെ തള്ളി പറഞ്ഞതിന് വേണ്ടി. അപ്പോൾ ഇത് ഈ ഒരു വൈരുദ്ധ്യം എങ്ങനെയാണ് ഇവർ, അപ്പോൾ എന്തുകൊണ്ട് ആ വൈരുദ്ധ്യം ഉണ്ടായെന്നുള്ള അതാണ് എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. BJP RSS തള്ളി പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞു. പക്ഷേ സംഘപ്രവർത്തകർ വന്നിട്ട് അദ്ദേഹത്തിന് അഭിവാദം നൽകുന്നു. BJPയുടെ ഒഫീഷ്യൽ റെസ്പോൺസ് ചെയ്യാൻ നോക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് BJPയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവധി ദിവസം നോക്കി ടി.ജി. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തികച്ചും വിവേചനപരവും അപലപനീയവുമാണെന്ന് വെച്ചാൽ അവധി ദിവസം കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് BJPയുടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ടി.ജി. മോഹൻദാസ് നടത്തിയ ചില പരാമർശങ്ങൾ സ്വാഗതാർഹമല്ല. എന്നാൽ പ്രധാനമന്ത്രി വേറെ വിഷയം. അപ്പം ടി.ജി. മോഹൻദാസിനെ ഡിസോൺ ചെയ്യാണ്. പക്ഷേ അവധി ദിവസം കസ്റ്റഡി എടുക്കാൻ പാടില്ല. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ബൈറ്റുണ്ട്, സ്റ്റേറ്റ് പ്രസിഡൻറ്റിൻ്റെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ. അദ്ദേഹം പറയുന്നു ടി.ജി. മോഹൻദാസ് പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾക്ക് ഒരു നിലക്കും യോജിപ്പില്ല, ഞങ്ങളതിനെ ഡിസോൺ ചെയ്യാണ്, തള്ളിപ്പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നിരന്തരം വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വെറുപ്പ് പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. ഇപ്പോൾ ഭരണഘടനയെ കളിയാക്കുക അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഭരണഘടനയെ കളിയാക്കുക, മോക്ക് ചെയ്യുക, അക്ഷരാർത്ഥത്തിൽ മോക്ക് ചെയ്യുക. ഭരണഘടന, പൗരസ്വാതന്ത്ര്യം, അഭയാർത്ഥികളുടെ അവകാശങ്ങൾ, ന്യൂനപക്ഷാവകാശങ്ങൾ, ഇത്തരം സംഗതികളൊക്കെ പരിഹസിക്കുക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടി. അങ്ങേയറ്റം വഷളായ മോശമായ പദാവലികൾ പിക്ക് ചെയ്തെടുത്തിട്ട് ഇത്തരം സംഗതികളെ ഭരണഘടന തകരുന്നു, തകർന്നു വീണ് ഞാനിപ്പോൾ അടിച്ചു പോകുമല്ലോ, ഈ മട്ടിലൊക്കെ പരിഹസിക്കുക. ഇതാണ് സ്ഥിരം പരിപാടി. ഭരണഘടന, ഇത്തരം ആധുനികമായ മൂല്യങ്ങളെയെല്ലാം പരിഹസിക്കുക. അതേപോലെ ഇപ്പോൾ ഈ പലസ്റ്റൈൻ ഇഷ്യൂ, ഗസ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല സന്ദർഭങ്ങളായിട്ട് നടത്തിയുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും ഗർഭിണികളൊക്കെ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്ന അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേകം ഒരു ഋതമുണ്ട്. അതിലൊരു അങ്ങേറ്റം പരിഹാസ്യമായ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാമാന്യം മാനുഷികതയുള്ള ഒരാൾക്ക്, ഹ്യൂമാനിറ്റി ഉള്ള ഒരാൾക്ക് ആലോചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശബ്ദവിന്യാസത്തോടു കൂടിയാണ് ഇത്തരം സംഗതികളെ പരിഹസിക്കുക. ആ നിലക്ക് വെറുപ്പിങ്ങനെ നിരന്തരം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐഡിയ, പെർട്ടിക്കുലർ ഫാക്റ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല, ചുമ്മാ വെറുപ്പും പരിഹാസവും പ്രസരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ ഇദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ വീഡിയോസിലും ഉണ്ടാവും. ആ പ്രയോഗത്തെ തന്നെ പരിഹസിച്ചുകൊണ്ടുള്ള അതെന്തിനാണ് അദ്ദേഹം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അത് കൺസ്യൂം ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്, അതിനൊരു പോപ്പുലേഷൻ ഉണ്ട്. അതിങ്ങനെ കേൾക്കുക, ആനന്ദിക്കുക, അതിൽ ഒരുതരം നിർവൃതി കൊള്ളുക. ഇദ്ദേഹം സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആ നിലയിലുള്ള മാനസിക ഘടനയിലുള്ള കുറച്ചധികം മനുഷ്യരുണ്ട്. അവരെല്ലാ വീഡിയോസും കാണും, അവരുടെ ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്. ഫൈൻ, അവരെയാണ് ഇദ്ദേഹം എപ്പോഴും സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ എന്നിട്ടും BJPയും RSS ഇദ്ദേഹത്തെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നു, ഡിസോൺ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നോക്കൂ, അത് കേരളത്തിൻ്റെ ഒരു ജനറൽ ഇതോസ്, അത് കേരളത്തിൻ്റെ ഒരു ജനറൽ പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. BJP എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് കുറച്ച് വീഡിയോ ആളുകൾ ക്ലിക്ക് കിട്ടുന്ന പോലെയല്ലോ, രാഷ്ട്രീയ പാർട്ടിയാണ്, കേരളത്തിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. കേരളത്തിൻ്റെ ഒരു ജനറൽ പെർസെപ്ഷൻ, ഒരു ജനറൽ പബ്ലിക് ഈ വക കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ TGയെ പിന്തുണച്ചാൽ അത് നമുക്ക് നഷ്ടമാകും എന്നുള്ളതുകൊണ്ടാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ TGയെ പിന്തുണച്ച് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാകും എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് BJP തള്ളിപ്പറയുന്നു, RSS തള്ളിപ്പറയുന്നു, അവധി ദിവസമായി പോയി എന്നൊരു പ്രശ്നം മാത്രമല്ല. ഇത് വിഷയം ജന്തർ മന്ദറാണല്ലോ. അതെ, അത് നാഷണൽ ലെവലിൽ കത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല, ജന്തർ മന്ദർ പ്രക്ഷോഭകാരികൾ ഇതിനും വഷളായിട്ട് അതല്ല, ഒരു RSS ഐഡിയോലോഗ് അവരെ വെടിവെച്ച് കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു ഒരു ക്യാമ്പയിൻ എങ്ങാനും മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ അതുണ്ടാകാം. പക്ഷെ വളരെ പെട്ടെന്നൊരു ഡിസ്റ്റൻസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ മാരകമായിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നമ്മുടെ പാർലമെൻറ്റിലുണ്ടായിട്ടുണ്ട്. ഓർമ്മയുണ്ട് 2021 രമേശ് ബിധുരി എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് അംഗം, അദ്ദേഹം എന്തൊക്കെയാണ് അപ്പുറത്തിരിക്കുന്ന ഡാനിഷ് അലി എന്ന് പറയുന്ന ഒരു BSP MPയെ നോക്കിയിട്ട് ആതങ്കവാദി, മുല്ല, കട്ടുവ, ബർവ എന്നൊക്കെ
അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് ഈ ചങ്ങായിയെ പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയൂ എന്നൊക്കെ പറയും. ബി ജെ പിയുടെ ഒരു എം പി നമ്മുടെ പാർലമെൻറ്റിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ആതങ്കവാദി മുല്ല, ഉഗ്രവാദി, ഭർവ, കടുവ എന്നൊക്കെ പ്രസംഗിച്ചിട്ട് ആ മനുഷ്യൻ ബി ജെ പി നേതാവായിട്ട് തന്നെ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നടപടി ആ വിഷയത്തിലുണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. നോക്കൂ, അങ്ങനെ പാടില്ല നമ്മൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതവരൊരു രീതിയാണ്. പക്ഷേ കേരളത്തിൽ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ജനറൽ ഇഥോ ഉണ്ട്. അതിന് പറ്റിയ സംഗതികളല്ല ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോധ്യം RSSനും ബി ജെ പിക്കും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരുന്നു, തള്ളിപ്പറയേണ്ടി വരുന്നു. അപ്പോൾ അവർ ശരിക്കും ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ ഹേറ്റ് പറയുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ തന്നെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട്. അതിന് നല്ല കൈയടി കിട്ടും, സബ്സ്ക്രിപ്ഷൻ ഒരു 100K ഒക്കെ കിട്ടും, എല്ലാറ്റിനും ഒരു 100K ഒക്കെ കിട്ടും. പക്ഷെ അതെന്ന് വെച്ചാൽ അത് സാച്ചുറേറ്റഡ് ആണ്. കേരളത്തിലെങ്കിൽ അത് നിങ്ങൾ ഈ വെറുപ്പ് പറയുമ്പോൾ ആവേശം കൊള്ളുന്ന ആളുകളുണ്ടല്ലോ, അത് അവർ തന്നെയുള്ളൂ. അതിന് പുറത്തുള്ളൊരു വലിയൊരു പോപ്പുലേഷൻ ഇവിടെ ഉണ്ടെന്നും അവരിത് ഇഷ്ടപ്പെടുന്നില്ലെന്നും അവർ വെറുക്കുകയാണെന്നും ഈ പരിപാടി സാച്ചുറേറ്റഡ് ആണെന്നും കേരളത്തിലെ BJP സംഘ് പരിവാർ നേതൃത്വം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് TG മോഹൻദാസിന്, അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്, കേരളത്തിൻ്റെ പബ്ലിക് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഈ വിദ്വേഷം പറഞ്ഞപ്പം ഈ സമൂഹത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനം അതിനെതിരെ ഉണ്ടാകുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ തോതിൽ അത് സ്വീകരിക്കപ്പെടുന്നു, അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. TG മോഹൻദാസിൻ്റെ അറസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു കേരളത്തിൽ. എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഈ സംഘ നേതാക്കന്മാരൊന്ന് ആലോചിക്കണം. നിങ്ങൾ നിരന്തരം ഈ വിഷം നിങ്ങൾ വിഷം കൺസ്യൂം ചെയ്ത ആളുകൾക്ക് പിന്നെയും പിന്നെയും വിഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരിങ്ങനെ വിഷം ഭുജിച്ച് ചീർത്ത് വെറുക്കുക എന്നുള്ളതിലപ്പുറം സമൂഹത്തിൽ ഇതൊരു ഗുണവും ചെയ്യുന്നില്ല എന്ന് സംഘ നേതൃത്വം മനസ്സിലാക്കണം. UDFും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. നിങ്ങൾ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു ഇവൻ്റ് ഉണ്ടാവില്ല ഒരു പക്ഷേ. പ്രിയദർശിനി സംഭവങ്ങളൊക്കെയാണ്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട എന്തുകൊണ്ടാണത്? കേരളം കാത്തിരിക്കുകയായിരുന്നു. ഇപ്പം അജിംസ് പറഞ്ഞ പോലെ ഈ സർവ്വവിധം കുടിവെള്ളത്തിൽ വിഷം കലക്കണമെന്ന് പറഞ്ഞ ആകാശവാണി ഉദ്യോഗസ്ഥ അവർക്കെതിരെ നിരന്തരം പരാതി കൊടുത്തു. എന്നിട്ട് പോലൊരു നടപടി എടുക്കാൻ സന്നദ്ധമാകാതിരുന്ന സർക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. മനുഷ്യർ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ്, ആ ഒരു ആവേശമാണ് നൽകിയിരിക്കുന്നത്. ആ മൊമെൻറ്റം തുടരുക, അതാണ് നിങ്ങൾക്ക് കിട്ടിയുള്ള മാൻഡേറ്റ് എന്ന് പറയുന്നത്. യെസ്, കേരളം എന്ന് പറയുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ തന്നെ അത് മതനിരപേക്ഷമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിം നിലനിർത്തുക, അതിൻ്റെ ഒരു ശാരീരിക ആരോഗ്യം നിലനിർത്തുക എന്നുള്ള സർക്കാരിൻ്റെ ഏതൊരു സർക്കാരിൻ്റെയും ബാധ്യതയാണ്. UDFിൽ നിന്ന് സവിശേഷമായി അത് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിൽ വലിയ നിരാശ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ കയ്യടികളുടെ ആഴം എത്രയാണെന്ന് തിരിച്ചറിയാനും അതിൻ്റെ തുടർച്ച ഉറപ്പാക്കാനും UDFിന് കഴിയുമായിരിക്കുമെന്ന് വിചാരിക്കാം.